ഹലോ നമസ്കാരം. തിരികെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇതാ ത്രില്ലടിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും ഒന്നാം വേദിയിൽ സംഘനൃത്തം അങ്ങനെ ത്രില്ലടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ രാവിലെ തൊട്ട് കാണുന്നില്ലായിരുന്നു. എവിടെയായിരുന്നു ശരിക്കും? ഞങ്ങളിങ്ങനെ എല്ലാ വേദിയിലൂടെ ഒന്ന് കറങ്ങി. ഞങ്ങൾ ഞാനും നമ്മുടെ യൂണിറ്റും എല്ലാവരും കൂടി. അതെ അതെ. ഇവിടെ എനിക്ക് തോന്നുന്നു മന്ത്രിമാരും കളക്ടറും കഴിഞ്ഞപ്പോൾ ഏറ്റവും തിരക്ക് വിശ്വസിച്ചതാണ്. അങ്ങനെയല്ലേ? ചില സംശയങ്ങളുണ്ട് എനിക്ക് ആ കാര്യത്തില്, പിന്നീട് പറയാം. അത് പിന്നീട് പറയാം. ഇപ്പൊ ഞങ്ങൾക്ക് ഇറങ്ങി നടക്കുകയായിരുന്നു എന്നുള്ള പോയിന്റിൽ ചില സംശയങ്ങളുണ്ട്, അത് പിന്നീട് പറയാം. എന്നോട് മിനിസ്റ്റർ സൂചിപ്പിച്ചത് ചില പൂക്കി ശ്രമങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട MS ലിഷോയ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. കാലത്തിനൊപ്പം പോണല്ലോ. ഓക്കെ, കാലത്തിനൊപ്പം എല്ലാരും സഞ്ചരിക്കാൻ തുടങ്ങും. ഇവിടെ എല്ലാരും ഇങ്ങനെ പൂക്കി സ്റ്റൈലിലേക്കും. മാതൃഭൂമി തന്നെ ജൻപൂരാണല്ലോ ജൻപൂരാണ്. അതെ, ജൻസി പൂരം. നമ്മൾ അങ്ങനെയാണ് മാതൃഭൂമി ത്രില്ലാന ജൻസി പൂരം. അപ്പൊ പൂര കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നതിനിടയിൽ മിനിസ്റ്ററെ കുറെ ത്രില്ലടിപ്പിക്കുന്ന കാഴ്ച, ത്രസിപ്പിക്കുന്ന കാഴ്ചകൾക്കിടയിൽ ചിലർ നമ്മളെ ഇങ്ങനെ പെട്ടെന്ന് ഹൃദയത്തോട് ചേർന്ന് നിൽക്കും. അങ്ങനെയുള്ളവർക്ക് നമ്മളിങ്ങനെ ഹാപ്പി സ്റ്റാർ ഓഫ് ദ ഡേ പുരസ്കാരം കൊടുത്തവരെ വർഷങ്ങളായി അല്ലേ, എനിക്കൊന്ന് 10 വർഷത്തിലേറെ മാതൃഭൂമി അവരെ അഭിനന്ദിക്കുകയും ചെയ്യും. ഹാപ്പി ഗ്രൂപ്പും കൂടി ചേർന്നിട്ടാണ്. അപ്പൊ ഇന്നത്തെ ആൾക്കാർ കുറച്ചുകൂടി സ്പെഷ്യൽ അല്ലേ? ഉറപ്പായിട്ടും ഇന്നത്തെ ആളുകൾ വളരെ വളരെ സ്പെഷ്യലാണ്. കേരളത്തിന് എപ്പോഴും പകർത്തേണ്ട ഒരു സ്പെഷ്യൽ ടീമിനാണ് ഇത്തവണ അവാർഡ് കൊടുക്കുന്നത്. അതിൽ മാതൃഭൂമിയേക്കാൾ സന്തോഷം വ്യക്തിപരമായിട്ട് എനിക്കുണ്ട്. എനിക്ക് മാത്രമല്ല, കേരളത്തിന് ആകെ ഉണ്ടാകും നിങ്ങളത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ. അതെ, അതാണ്. അപ്പൊ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകണ്ടേ? അപ്പൊ ആരാണെന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങിക്കോ. അതെ, നമ്മുടെ വെള്ളാർമല സ്കൂൾ നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല. അവിടുത്തെ കുട്ടികളെയും അവിടുത്തെ അധ്യാപകരെയും എല്ലാം തന്നെ നമ്മളെല്ലാം ചേർത്ത് പിടിച്ചതാണ്. അവിടുത്തെ എല്ലാവരെയും തന്നെ നമ്മൾ കേരളം ഒന്നാകെ ചേർത്ത് പിടിച്ചതാണ്. അവർ കലോത്സവ വേദിയിലേക്ക് എത്തുകയും എല്ലാവരുടെയും ഹൃദയത്തിൽ തൊട്ടുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. നമുക്ക് പുറകിലായി അവരുണ്ട്. വഞ്ചിപ്പാട്ടായിട്ടാണ് അവര് ഇത്തവണ എത്തിയത്. കഴിഞ്ഞ തവണ സംഘനൃത്തവുമായി എത്തി. അവര് എല്ലാവരെയും ഒരുപോലെ കരയിപ്പിച്ചു അല്ലെ? ഒരുപോലെ എല്ലാവരും കരയിപ്പിച്ചു, അതിലൊരു സംശയമില്ല. കേരളത്തിന്റെ ഒരു ചരിത്രം അതാണല്ലോ. 2018 മഹാപ്രളയം വന്നപ്പോഴും നമ്മൾ അതിജീവിക്കും എന്നുള്ളത് തന്നെയായിരുന്നു. അതിനുശേഷം ഓരോ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടപ്പോഴുമൊക്കെ എല്ലാവരും ഒന്നിച്ചു നിന്നു. സർക്കാർ കൂടെ നിന്നു. നമുക്ക് ചുറ്റുമുള്ള ഓരോ മനുഷ്യരും നമ്മുടെ കൂടെ നിന്നു. അല്ല രാജേട്ടാ? ഉറപ്പായിട്ടും ഇവരുടെ ജീവിതം നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെയൊക്കെ അവർ കരയിപ്പിച്ചാലും അവർക്കറിയാതെ മുന്നോട്ട് പോയ അത്യുജ്വലമായിട്ടുള്ള ചരിത്രം ചൂരൽമലയിലെ വെള്ളാർമലയിലെ കുട്ടികൾക്ക് പറയാനുണ്ട്. അവർ ലോകത്തിന് കരുത്തു പകരുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, 2024 ജൂലൈ 30 എല്ലാം നഷ്ടപ്പെട്ട് ഉറ്റവരും ഉടയവരും സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ നഷ്ടപ്പെട്ട് മറ്റൊരു സ്കൂളിലേക്ക് ചേക്കേറിപ്പെട്ടിട്ടും അത്തവണത്തെ SSLC പരീക്ഷയിൽ ഒരു സ്കൂളിൽ പഠിച്ച എല്ലാ കുട്ടികളും 100% വിജയം നേടിയ ചരിത്രമുള്ള സ്കൂളാണ് വെള്ളാർമല ഞങ്ങളുടെ സ്കൂള് എന്ന് അഭിമാനത്തോടെ ഞങ്ങൾ പറയും. അവർ ഇപ്പോൾ മേപ്പാടി സ്കൂളിലാണെങ്കിലും പുതിയ സ്കൂളിൻ്റെ സ്ഥലം കണ്ടെത്തുകയാണ്. വെള്ളാർമല സ്കൂള് തന്നെ വീണ്ടും പുനർജനിക്കാൻ പോവുകയാണ്. അടുത്ത അധ്യയന വർഷത്തിലേക്ക് അവരുടെ സ്കൂള് ഏറ്റവും വേഗത്തിൽ പുനർനിർമ്മിക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിലുള്ള നടപടികൾക്ക് സംസ്ഥാന സർക്കാർ നേതൃത്വം നൽകി. സർക്കാർ പണം കണ്ടെത്തി. സർക്കാരിൻ്റെ സ്ഥലത്ത് ഏറ്റെടുക്കാൻ പറ്റാത്തതുകൊണ്ട് വില കൊടുത്ത് മേടിച്ച് ഭൂമിയിൽ അവർക്ക് പുതിയ സ്കൂൾ പണിയാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ്. ഈ കുട്ടികളുടെ വഞ്ചിപ്പാട്ട് അതിഗംഭീരമായി. ഞാൻ ജഡ്ജി അല്ലെങ്കിലും ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ ഇവരോട് പറഞ്ഞു, A+ ഇറങ്ങിയപ്പോഴേ കിട്ടി. ആ A ഗ്രേഡ് നേടിയിട്ടുള്ള ഈ മിടുക്കന്മാർക്ക് ഇന്നത്തെ താരങ്ങൾ ഇവരാണെന്ന് മാതൃഭൂമി കണ്ടെത്തിയതിൽ മാതൃഭൂമിക്ക് പ്രത്യേക അഭിനന്ദനം നേരാണ്. അതാണ്, അതായത് വേദനകളും വിലാപങ്ങളും ഒക്കെ നമ്മൾ മറക്കുകയാണ്. ചിരിക്കാൻ വിജയത്തിന്റെ ഓരോ സ്റ്റെപ്പ് ഒരു നടന്നു കയറാണ്. ആദ്യമായിട്ടാണ് വഞ്ചിപ്പാട്ടുമായിട്ട് ഒരു വേദിയിലേക്ക് എത്തുന്നത്. അവിടെ A ഗ്രേഡ് കിട്ടാൻ പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. നമ്മൾ വെറുതെ അങ്ങ് അവാർഡ് കൊടുക്കുന്നു വെള്ളാർമലയിൽ നിന്ന് വന്നുകൊണ്ട് എന്നുമല്ല. A ഗ്രേഡ് കിട്ടിയ മിടുമിടുക്കിമാരാണ് നമുക്ക് ചുറ്റുമുള്ള. അപ്പോൾ മറ്റാരുമല്ല, മാതൃഭൂമി ന്യൂസ് ഹാപ്പി സ്റ്റാർ ഓഫ് ദ ഡേ വെള്ളാർമലയിലെ നമ്മുടെ പൊന്നോമനകൾ തന്നെയാണ്. ഈ പൊന്നോമനകൾക്കൊപ്പം ഇവരുടെ മാഷുമാരുണ്ട്. ഉനിക്ഷ മാഷും ഒപ്പം തന്നെ മാഷവിടെ മറ്റു മാഷുമാരൊക്കെ റെഡിയാണ്. ഇനി നിങ്ങളാണ് നടുക്കോട്ട് വെക്കേണ്ടത്, നമ്മളല്ല. ഇവരോട് ചോദിക്കണ്ടേ അല്ലേ? മാഷ് പറഞ്ഞ ആദ്യം ഇവർ വേണോ? നമുക്ക് കുട്ടികളുടെ അടുത്ത് വന്നേ. ഉറക്കെ പറഞ്ഞു, ഇവിടെ നിറയെ ശബ്ദമായതുകൊണ്ട് കേൾക്കും. സന്തോഷായോ? സന്തോഷായി. രാവിലെ തൊട്ട് വാർത്തയിലാന്ന് ഇവര് പറഞ്ഞേ. ഇപ്പൊ നമ്മളെക്കാർ ഇവരിങ്ങനെ വാർത്തയെ കേൾക്കൊണ്ടേയിരിക്കും. അടുത്തോ കേൾക്കുന്നില്ല? അവർക്ക് രാവിലെ തൊട്ട് വാർത്ത വന്നുകൊണ്ടേ ഇരിക്കാം. പക്ഷേ ഈ നിറച്ചിരിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ കരച്ചിലും ചിരിക്കാൻ വേണ്ടി നമുക്ക് ഊർജ്ജം നൽകിയത്. നമ്മൾ ചിരിക്കണം, നമ്മൾ ഉയർത്തെഴുന്നേക്കണം. പിന്നെ സാറ് ഞങ്ങളുടെ നാട്ടുകാരനാ, ചുരൽമലക്കാരനാ, തൃശ്ശൂർക്കാരൻ. അങ്ങനെ ആയി. പക്ഷെ നമുക്ക് ഈ കുട്ടികളുടെ അടുത്ത് കൂടി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാന്ന് വെച്ചാൽ, അവരുടെ ഒരു നിങ്ങൾ ആ ഒരു സമയം അതിനെയൊക്കെ അതിജീവിച്ച് വന്നതാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു അനുഭവങ്ങൾ?
ഞങ്ങള് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇവിടേക്ക് എത്താൻ ഞങ്ങളും അധ്യാപകർക്കും ഒരുപാട് ഇതായിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പൊ ഇവിടെ എത്തി നിൽക്കാൻ കാരണം അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെയാണ്. ഞങ്ങളിവിടെ എത്തിച്ചത് കലയാണ്. അത്ര ഞങ്ങൾ അങ്ങനെ താഴ്ന്നു പോയപ്പോൾ ഞങ്ങളെ പിടിച്ചെഴുന്നേപ്പിച്ച കലയാണ്. ആ കലയാണ് എല്ലാവരെയും ഒന്നിപ്പിക്കുന്നതും എല്ലാവരെയും അതിജീവനത്തിന്റെ പാതയിലേക്ക് അല്ല, നയിപ്പിക്കുന്നത്. ഞാനേ ഇവരോട് ചോദിച്ചു, സാധാരണ നമ്മുടെ കുട്ടികൾക്കൊക്കെ എല്ലാ മന്ത്രിമാരുടെയും പേരറിയണമെന്നൊന്നുമില്ല. ഞാൻ മന്ത്രിയാണ് വരുന്നതെന്ന് നമ്മുടെ ബിജുചേട്ടൻ വന്ന് പറഞ്ഞു. അക്ഷയ മന്ത്രി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവരെന്നോട് ചെയ്ത് മന്ത്രിയാ? അപ്പൊ ഞാൻ പറഞ്ഞു റവന്യൂ മന്ത്രി. ആരാ റവന്യൂ മന്ത്രി? അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് അത്രയും ചൂരൽമലക്കാരനായി മാറിയിട്ടില്ല. മിനിസ്റ്റർ ഇങ്ങോട്ട് നിങ്ങൾക്ക് മനസ്സിലായി? മിനിസ്റ്റർ എന്താ അവരോട് ചോദിക്കാനുള്ളത്? നിങ്ങൾക്ക് എന്താ മിനിസ്റ്ററോട് ചോദിക്കാനുള്ളത്? എന്തെങ്കിലും ചോദിക്കാണ്ട്? സാധാരണ ഇവര് ചോദിക്കാറുണ്ടല്ലേ? ഇല്ല, അവർക്ക് പറയാൻ വാക്കുകളില്ല. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ തന്നെ നേരത്തെയും ചോദിച്ചിട്ടുണ്ടാവും. അവിടെ ഒരുപാട് തവണ പോകുന്ന ഒരാൾ ചെയ്യുന്നവരാണ് ഇവര്. ഈ മക്കള് നമ്മുടെ ഒക്കെ പ്രതീക്ഷയാണ്. ഇവര് ചെറുതായിട്ട് കാണരുത്. ഇവര് കേരളത്തിന്റെ ഒരു അതിജീവനത്തിന്റെ പ്രതീകമാണ്. കഴിഞ്ഞ സ്കൂൾ യുവജനോത്സവം നടക്കുമ്പോൾ അതിഗംഭീരമായ അതിജീവനത്തിന്റെ പാട്ടുപാടി നൃത്തം ചെയ്തവരാണ് ഇവർ. ഇത്തവണ വഞ്ചിപ്പാട്ട് ഇതൊക്കെ കുത്തുന്നത് കണ്ടില്ലേ? എന്തൊരു ഊർജമാണ് ഇവർക്ക്. ആ ഊർജം അനുഭവങ്ങളിലൂടെ തെളിയിച്ച ചെറിയ ക്ഷീണം വയനാട്ടിൽ നിന്ന് വന്ന് ഇന്ന് രാവിലെ മുതൽ ഇതന്നെ പരിപാടി. വയനാട്ടിൽ നല്ല തണുപ്പ്, ഇവിടെ ചൂടാകും. അത് കുറച്ചുണ്ടാവും. പക്ഷെ എന്തും നമ്മുടെ മക്കൾ നേരിടും. എന്ത് നേരിടാനുള്ള കരുത്തുള്ളവരാണ്. അവരുടെ അതിജീവനം തീർച്ചയായിട്ടും ഈ നാടിനൊരു മാതൃകയാണ്. കേരളം കണ്ടുപഠിക്കേണ്ട അപൂർവമായിട്ടുള്ള അതിജീവനത്തിന്റെ ഒരു കഥയാണ് യഥാർത്ഥത്തിൽ ഈ മക്കൾക്കുള്ളത്. ചോദ്യങ്ങളില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് ധാരാളം ചോദ്യങ്ങളുണ്ട്. അവർ തന്നെ അതിന് ഉത്തരം കണ്ടെത്തുന്നുണ്ട്. അവരുടെ ശരിയായ ഉത്തരം HM ഉണ്ണിമാഷും ഇവരെല്ലാം കൂടി നയിക്കുന്ന ഈ വഴികളിലൂടെ കടന്നുപോകാൻ ഇന്ന് അവരുടെ രക്ഷകർത്താക്കൾ ഉൾപ്പെടെ ഒരു നാട് മുഴുവൻ അവരുടെ കൂട്ടത്തിൽ വന്നിരിക്കുകയാണ്. ഒരു വണ്ടി കയറി മക്കളെയും കൊണ്ട് ചൂരൽമലയിൽ ഒരു നാട് മുഴുവൻ അവരുടെ കൂട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. അത് ആ നാടിൻ്റെ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ചിഹ്നമാണ്. എന്തായാലും വളരെ അഭിമാനം വെള്ളാർമല സ്കൂളുകാർക്ക് ഇത് കിട്ടിയപ്പോൾ സത്യത്തിൽ കോരിത്തെരിപ്പുണ്ടായി. വെള്ളാർമല സ്കൂളിന്റെ ഒരു പാട്ട് അത് കുട്ടികൾ തന്നെ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് പാട്ട് പഠിപ്പിച്ചാലോ? അല്ലെ, ഒരുമിച്ച് എല്ലാവർക്കും കൂടെ അങ്ങ് പാടിയാലോ? അപ്പോൾ മാതൃഭൂമി ന്യൂസ് ഹാപ്പി സ്റ്റാർ മാഷ്മാർക്ക് ഇങ്ങോട്ട് നിൽക്കൂ. നമ്മളൊക്കെ ഇങ്ങോട്ട് നോളൂ. ഒരുമിച്ചാ HM ആണല്ലേ? അപ്പൊ മാതൃഭൂമി ന്യൂസ് ഹാപ്പി സ്റ്റാർ ഓഫ് ദി ഡേ പുരസ്കാര സമർപ്പണത്തിലേക്കാണ്. മറ്റാരുമല്ല, വെള്ളാർമലയിലെ കുട്ടികളാണ് വഞ്ചിപ്പാട്ടുമായി എത്തി നമ്മളെയൊക്കെ കോരിത്തരിപ്പിച്ചു എന്ന് തന്നെ പറയാം. മാതൃഭൂമി ഒറ്റയ്ക്കല്ല, ഹാപ്പിയും ചേർന്ന ഹാപ്പി ജാമും ഹാപ്പി പിക്കിളും ഒപ്പം തന്നെ ഹാപ്പി പീനട്ട് ബട്ടറും ഒക്കെ നൽകുന്ന SLK ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് ആണ് ഈ പുരസ്കാരം നൽകുന്നത്. അപ്പോൾ വീണ്ടും ഒരു തവണ കൂടി ഇവര് നമ്മുടെ ഈ പുരസ്കാരത്തിന് അർഹരാവുകയാണ്. ഇനി നമുക്ക് ആ പാട്ട് പാടാം. മാഷേ, എല്ലാവർക്കും മിനിസ്റ്റർ പാടും. മൈക്ക് കൊടുക്കണ്ട, ആർക്കും മൈക്ക് വേണ്ടേ? വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്. പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട്. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്. പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട്. കോടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ നാടിനുയിരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി. ഈ നാടിനുയിരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി ഒരു വിദ്യാലയമുണ്ട്. പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട്. തളിരുകൾ നുള്ളും തൊഴിലാളികളുടെ വിയർപ്പു തുള്ളികളാൽ പടുത്തുയർത്തി ചൂരൽമലയിൽ ഒരക്ഷര കൂടാരം. പടിപടിയായി ഉദിച്ചുയർന്നി അക്ഷര നക്ഷത്രം. 100 മേനി നിറവായി നാടിനു വെളിച്ചമേകുന്നു, പൊൻതിളക്കമേകുന്നു. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്. പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട്. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്. പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാടിന്റെ സന്ദേശമാണ്. ഇത് നമ്മൾ എവിടെയും ഒന്നും ഇല്ലാതായി പോകുന്നില്ല, ഒന്നും എവിടെ അവസാനിക്കുന്നില്ല അല്ലെ? ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണല്ലേ? ഉറപ്പായിട്ടും ശക്തമായി, അതിശക്തമായി ഇവരെല്ലാം കൂടി. അതെ, ഇവരെല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാകുന്നു, ഈ നാടിന് പ്രിയപ്പെട്ടവരാകുന്നു. അപ്പൊ നല്ലൊരു കൈഡി കൊടുക്കവർക്ക്.
ചുറ്റുള്ളവരൊക്കെ ഏറ്റുപാടി സന്തോഷായില്ലേ? ഈ ചിരി ഉണ്ടല്ലോ അത് നമുക്ക് മറക്കാനേ ആവില്ല. ശരി, അപ്പോൾ മറ്റാരുമല്ല, നമ്മൾ ഇന്നും നമ്മൾ അർഹതപ്പെട്ട ആളുകൾക്ക് എത്തുന്നു. അത് വൈകാരികമായിട്ടുള്ള മുഹൂർത്താവുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വെള്ളാർമലയിലെ കുഞ്ഞുങ്ങൾ ആ പുരസ്കാരം ഏറ്റുവാങ്ങി അവർ